ശരി, എന്തായാലും ASFും AIYFും വലിയ സമര പരിപാടികളുമായി പൊതുമധ്യത്തിലേക്ക് ഇറങ്ങുമെന്ന് ഇന്നലെ തന്നെ അറിയിച്ചതാണ്. ഇന്നിപ്പോൾ AISFന്റെ ഒരു മാർച്ച് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിലേക്ക് ഉണ്ടെന്ന് പറയപ്പെടുന്നത് എപ്പോഴാണ്? എങ്ങനെയായിരിക്കും കൂടുതൽ തുടർ പ്രതിഷേധങ്ങളും സമരപരിപാടികളും? ഇതിനകത്ത് രസകരമായിട്ടുള്ള മറ്റൊരു കാര്യം കൂടിയുണ്ട് സൈഫു. സംസ്ഥാന സർക്കാരിന്റെ LDF ഘടകകക്ഷിയിലെ ഏറ്റവും പ്രബലരായിട്ടുള്ള ഒരു കക്ഷിയാണ് CPI. ആ CPIക്ക് തന്നെ പല കാര്യങ്ങളിലും എതിർപ്പുണ്ടായിട്ടുണ്ട്. ആ എതിർപ്പുകളൊക്കെ രമ്യമായി പരിഹരിച്ച് അനുനയത്തിന്റെ പാതയിലേക്ക് CPIനെ CPM LDF കൊണ്ടുവരും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊന്നും ഈ പറയുന്ന ഒരു വിമർശനങ്ങൾക്കപ്പുറം, സമൂഹ മാധ്യമങ്ങൾ എഴുതിയിടുന്ന വിമർശനങ്ങൾക്കപ്പുറത്തേക്ക് ഈ മന്ത്രിമാരുടെ ഔദ്യോഗിക വസതിയിലേക്കോ മന്ത്രിമാരെ കരിങ്കുടി കാണിക്കാനോ ഒന്നും ഈ ഇടതുമുന്നണിക്കൊപ്പം നിൽക്കുന്ന CPIയുടെ വിദ്യാർത്ഥി യുവജന സംഘടനകളൊന്നും രംഗത്തേക്ക് വന്നിട്ടില്ല. അത് ഇപ്പോൾ തീർത്തും അസാധാരണമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാവാൻ പോകുന്നു എന്നുള്ളതാണ് ഇവരുടെ പ്രതിഷേധം കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. PM ശ്രീ പദ്ധതിയിൽ വിദ്യാഭ്യാസ വകുപ്പ് സംസ്ഥാന സർക്കാർ ഒപ്പുവെച്ചതോടുകൂടി വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിക്കെതിരെ ഒരു പ്രത്യക്ഷ സമരത്തിന് അല്ലെങ്കിൽ പ്രത്യക്ഷ പ്രതിഷേധത്തിന് CPIയുടെ വിദ്യാർത്ഥി യുവജന സംഘടനകൾ AIYF, AISF തുടങ്ങിയ വിദ്യാർത്ഥി യുവജന സംഘടനകൾ വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ രംഗത്തിറങ്ങുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 11 മണിയോടുകൂടി മന്ത്രിയുടെ ഓഫീസിലേക്ക് AIYFും AISFും ഒരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുന്നുണ്ട്. PM ശ്രീ പദ്ധതിയിലെ MOUവിന്റെ ധാരണാപത്രത്തിലെ ഉള്ളടക്കം എന്താണ്? സംഘപരിവാറിന് കീഴിലുള്ള അജണ്ടകൾക്ക് വിദ്യാഭ്യാസത്തെ കൊണ്ട് കാൽക്കീഴിൽ അടിയറവ് വെക്കരുത്. അതായത് നേരത്തെ തന്നെ AISFന്റെ നേതൃത്വ നിലയിലുള്ള ആളുകളൊക്കെ തന്നെ പറഞ്ഞിരുന്നു, RSSുമായിട്ട് സന്ധി ചെയ്യുന്ന നിലപാടാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് ചെയ്യുന്നത് എന്നുള്ള വിമർശനം ഉന്നയിച്ചിരുന്നു. അതിനിടയിൽ കൂടിയാണ് ഇപ്പോൾ ഈ പദ്ധതിയിൽ ഒപ്പുവെച്ചത്. അപ്പോൾ അതിനെതിരെ വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ സർക്കാരിന്റെ തന്നെ ഘടകകക്ഷിയായിട്ടുള്ള CPIയുടെ വിദ്യാർത്ഥി യുവജന സംഘടനകൾ വിദ്യാഭ്യാസ മന്ത്രി ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നു. പ്രതിഷേധ മാർച്ച് ഉച്ചയ്ക്ക് 11 മണിയോടുകൂടിയായിരിക്കും നടത്തുക. സൈഫു.